ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ വീഡിയോസ്, അതായത് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കരുതിക്കൊണ്ടുണ്ടാക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ആ കോമ്പറ്റേറ്റീവ് എക്സാംസിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഡെയിലി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാങ്ക്, SSC, റെയിൽവേസ്, കേരള PSC ഈ എക്സാംസിലൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. സോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾ പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ന്യൂസിൽ നിന്നും തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാനിതിൽ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഞാനിതിൽ ന്യൂസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് പിന്നെ ഞാൻ എങ്ങനെയാണ് രൂപം ചെയ്തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് പേജ് ഇംഗ്ലീഷിൽ ന്യൂസ് കൊടുക്കും, സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ മലയാളത്തിൽ, അതായത് മലയാളത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നെക്സ്റ്റ് പേജ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ വേണ്ടവർക്ക് ഇംഗ്ലീഷിൽ നോട്ട് പ്രിപ്പയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ വേണ്ടവർക്ക് അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: Mastercard partners with leading badminton players to promote digital payments in India. അപ്പോൾ മാസ്റ്റർകാർഡ് ലീഡിങ് ബാഡ്മിൻ്റൺ പ്ലെയേഴ്സായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാസ്റ്റർകാർഡ് ഹാസ് പാർട്ട്നേർഡ് വിത്ത് ലക്ഷ്യ സെൻ, കിദംബി ശ്രീകാന്ത്, സാത്വിക് സായ്രാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി ആൻഡ് അപ്പോയിൻറ്റഡ് ദം ആസ് ബ്രാൻഡ് അംബാസഡേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവരെയൊക്കെ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഇവരെയൊക്കെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കി, ഇന്ത്യയിലത്തെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കിയിരിക്കുകയാണ് മാസ്റ്റർകാർഡ്. അപ്പോൾ മാസ്റ്റർകാർഡ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് കോർപ്പറേഷനാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം, നമസ്തേ. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. സോ അതെന്താണെന്ന് വായിച്ച് നോക്കാം. ദ സ്കീം, ഒരു സ്കീമാണ് ഈ നമസ്തേ എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ദ സ്കീം ഹാസ് ബീൻ അപ്രൂവ്ഡ് വിത്ത് ആൻ ഔട്ട്ലേ ഓഫ് 360 crore rupees ഫോർ 4 years ഫ്രം 2022-23 to 25-26. അപ്പോൾ 22-23 പീരീഡ് തൊട്ടിട്ട് 25-26 പീരീഡ് വരെ, 2025-26 പീരീഡ് വരെ, അതായത് ഒരു 3 വർഷത്തേക്കാണ് ഈ ഒരു 360 കോടി രൂപയുടെ ഔട്ട്ലേയിൽ ഇത് ചെയ്യാൻ പോകുന്നത്. നമസ്തേ ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. അപ്പോൾ ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ ഒരു സ്കീമാണിത്. ആസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ഇനീഷ്യേറ്റീവ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്, അതായത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെയും അതേപോലെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെയും കൂടിയിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ സ്കീമാണ് ഈ നമസ്തേ എന്ന് പറയുന്നത്. നമസ്തേയുടെ ഫുൾ ഫോമാണ് നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ ഇക്കോസിസ്റ്റം. അതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ അടുത്ത 3 വർഷത്തേക്ക് 360 കോടി രൂപയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെറ്റന്യാഹു എന്ന് വെച്ചാൽ ബെഞ്ചമിൻ നെറ്റന്യാഹു ബിബ്ലിയോഗ്രാഫി, ബിബി മൈ സ്റ്റോറി ഓട്ടോബയോഗ്രഫി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബിബ്ലിയോഗ്രഫി എന്നാണ് പറഞ്ഞത്, ബിബി എന്നാണിത്. സോ ഓട്ടോബയോഗ്രഫി ഓഫ് നെറ്റന്യാഹു, ബിബി മൈ സ്റ്റോറി, ടു ബി പബ്ലിഷ്ഡ് ഇൻ നവംബർ. അപ്പോൾ നവംബറിൽ അത് പബ്ലിഷ് ആവും എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ബെഞ്ചമിൻ നെറ്റന്യാഹുവിൻ്റെ ബുക്കാണ് ബിബി മൈ സ്റ്റോറി. അപ്പോൾ അത് പബ്ലിഷ് ആവുന്നത് നവംബറിലായിരിക്കും. അപ്പോൾ LIKUD ലീഡർ ബെഞ്ചമിൻ നെറ്റന്യാഹു will publish his new autobiography on November 22nd. The former Prime Minister's book, BB My Story, is available for a pre-order from Amazon in Hebrew and in English.
അപ്പോൾ ബെഞ്ചമിൻ നെറ്റന്യാഹു ഇസ്രായേലിൻ്റെ ഫോർമർ പ്രൈം മിനിസ്റ്ററാണ്, ഇപ്പോഴത്തെ ഒപ്പോസിഷൻ മിനിസ്റ്ററാണ്. അപ്പോൾ ബെഞ്ചമിൻ നെറ്റന്യാഹുവിൻ്റെ ബുക്കാണ് ബി മൈ സ്റ്റോറി. അത് നവംബറിൽ റിലീസാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ കൺക്ലൂഡ് മാരിടൈം എക്സസൈസ് നിയർ പെർത്ത്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒരു മാരിടൈം എക്സസൈസ് പെർത്ത്, അതായത് ഓസ്ട്രേലിയയിലത്തെ ഒരു സ്ഥലമാണ് പെർത്ത്, അവിടെ മാരിടൈം എക്സസൈസ് കൺക്ലൂഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ് MPX between the navies of India and Australia concluded. INS Sumedha participated with the HMAS Anzac in the exercise, reaffirming the strong Navy-to-Navy links and interoperability between Indian Navy and Royal Australian Navy. അപ്പോൾ ഇന്ത്യൻ നേവിയുടെയും റോയൽ ഓസ്ട്രേലിയൻ നേവിയുടെയും ഇൻട്രോപ്പറബിലിറ്റി, അവരുടെ നേവി എക്സസൈസ് ആണ് ഇപ്പോൾ കൺക്ലൂഡ് ആയിട്ടുള്ളത്. മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ്, അതിൻ്റെ പേര് MPX. So MPX Maritime Partnership Exercise included cross-deck landing of helicopters, tactical maneuvers and farewell steam past. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിരുന്നത്. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മാരിടൈം എക്സസൈസ് പെർത്തിൽ കൺക്ലൂഡായി. മാരിടൈം എക്സസൈസിൻ്റെ പേരാണ് മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ് MPX. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Jharkhand becomes first state in India to distribute seed to farmers through blockchain tech. അപ്പോൾ ജാർഖണ്ഡ് ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ്, ഇന്ത്യയിലത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ്. എന്തിൻ്റെ കാര്യത്തിൽ നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് സീഡ് ടു ഫാർമേഴ്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫാർമേഴ്സിന് സീഡ്സ് എത്തിക്കുന്ന, സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ജാർഖണ്ഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഡെവലപ്മെൻറ്റ് വിച്ച് വുഡ് റെവല്യൂഷനൈസ് അഗ്രികൾച്ചർ ഇൻ ദ കൺട്രി, ഡയറക്ടറേറ്റ് ഓഫ് അഗ്രികൾച്ചർ ജാർഖണ്ഡ് ആൻഡ് എ ഗ്ലോബൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കമ്പനി സെറ്റിൽമെൻറ്റ് ഇന്ത്യ jointly announced the successful launch of seed distribution to farmers based on blockchain technology. Jharkhand is the first to implement blockchain in the country, which is being used to track seed. അപ്പോൾ സീഡ് ട്രാക്ക് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ജാർഖണ്ഡ്. സോ സീഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരിക്കുകയാണ് ജാർഖണ്ഡ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ചണ്ഡീഗഡ് എയർപോർട്ട് ടു ബി നെയിംഡ് ആഫ്റ്റർ ഭഗത് സിംഗ്. അപ്പോൾ ഭഗത് സിംഗിൻ്റെ പേരിൽ അറിയപ്പെടും ഇനി ചണ്ഡീഗഡ് എയർപോർട്ട്. നമുക്കൊന്ന് വായിക്കാം. The governments of Punjab and Haryana took a decision to name Chandigarh International Airport after Shahid Bhagat Singh. ഫ്രീഡം ഫൈറ്ററായ ഭഗത് സിംഗിൻ്റെ പേരിൽ ഇനി അറിയപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The decision was taken during a meeting held between Punjab Chief Minister Bhagwant Mann and Haryana Deputy Chief Minister Dushyant Chautala. The 485 crore rupees airport project is a joint venture of the AAI and the governments of Punjab and Haryana. സോ ചണ്ഡീഗഡ് എയർപോർട്ട് ഇനി ഭഗത് സിംഗിൻ്റെ പേരിൽ അറിയപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഗവൺമെൻറ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാനയാണ് ഈ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സ്കോട്ട്ലാൻഡ് മ്യൂസിയം സയൻസ് ഡീൽ ടു റിട്ടേൺ 7 ancient artifacts to India. അപ്പോൾ സ്കോട്ട്ലൻഡിലെ ഒരു മ്യൂസിയം ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരാതനമായിട്ടുള്ള ഒരു ആർട്ടിഫാക്ട്സ് ബാക്ക് ടു ഇന്ത്യ, ഏൻഷ്യൻ്റ് ആർട്ടിഫാക്ട്സ് ഇന്ത്യയിലേക്ക് 7 ഏൻഷ്യൻ്റ് ആർട്ടിഫാക്ട്സ് ഇന്ത്യയിലേക്ക് തിരിച്ചു തരാനാണ്, റിട്ടേൺ ചെയ്യാനാണ് ഈ സ്കോട്ട്ലൻഡ് മ്യൂസിയംസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. 7 artifacts including a stone door jamb stolen from a Hindu temple in Uttar Pradesh has been transferred back to India by Glasgow's museum as part of Scotland's largest ever repatriation of objects from a single collection. Glasgow Life, a charitable organization which runs the city's museum, has confirmed the handover. അപ്പോൾ ഇത് ഉത്തർപ്രദേശിലെ ഒരു ഹിന്ദു ടെമ്പിളിൽ നിന്നും മോഷണം പോയൊരു സ്റ്റോൺ ഡോർ ജാമ്പാണ്. അത് ഒരു കല്ലായിരിക്കാം. അപ്പോൾ അത് ഇന്ത്യക്ക് തിരിച്ചു തരാനാണ് സ്കോട്ട്ലൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലാണ് എഡിൻബർഗ്, കറൻസിയാണ് പൗണ്ട് സ്റ്റെർലിംഗ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം.
Indians remitted $6 billion in quarter 1 of financial year 23 under LRS scheme. RBI ഡാറ്റ പ്രകാരം LRS സ്കീമിൽ ഇന്ത്യ $6 billion ആണ് ടോട്ടൽ റെമിറ്റൻസ് ഉണ്ടായിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇയർ 23യുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഔട്ട്വേർഡ് റെമിറ്റൻസസ് അണ്ടർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യസ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, LRSൻ്റെ ഫുൾ ഫോമാണ് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, made a strong comeback in the financial quarter of financial year 23 as Indians increased spending on international travel, maintenance of close relatives and gifts. International travel contributed $2.92 billion of the $6.04 billion remitted under LRS in Q1 financial year 23, thus constituting almost 48%. അപ്പോൾ ഈ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ $6 billion ആണ് ഇന്ത്യൻസ് ഔട്ട്വേർഡ് റെമിറ്റൻസ് ഉണ്ടായിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇയർ 23യുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ, അതായത് ഏപ്രിൽ മെയ് ജൂൺ ആ പീരീഡിൽ. സോ $6 billion ആണ് ടോട്ടൽ ഔട്ട്വേർഡ് റെമിറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വിജയ് ശേഖർ ശർമ്മ ടു കണ്ടിന്യൂ ആസ് പേടിഎംസ് MD ആൻഡ് CEO ഫോർ അനദർ 5 years. അപ്പോൾ വിജയ് ശേഖർ ശർമ്മ ഇപ്പോൾ പേടിഎമ്മിൻ്റെ MD ആൻഡ് CEO ആണ്. ഇനി 5 വർഷത്തേക്ക് കൂടി സെലക്ട് ആയിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് പേടിഎമ്മിൻ്റെ MD ആൻഡ് CEO ആയിട്ട് വിജയ് ശേഖർ ശർമ്മ. അപ്പോൾ 99.67% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വിജയ് ശർമ്മയ്ക്ക് വേണ്ടിയിട്ട് റീഅപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ വളരെ കുറച്ച് പേരെയാണ് വോട്ട് ചെയ്യാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ട് വിജയ് ശേഖർ ശർമ്മ ഇനി പേടിഎമ്മിൻ്റെ MD ആൻഡ് CEO ആയിരിക്കും അടുത്ത 5 വർഷത്തേക്ക് കൂടി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Dr. Jitendra Singh unveils India's first truly indigenously developed hydrogen fuel cell bus developed by KPIT CSIR in Pune. അപ്പോൾ ജിതേന്ദ്ര സിംഗ് അൺവെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനോഗ്രേറ്റ് അല്ലെങ്കിൽ അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ട്രൂലി ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ്, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ബസ്. ഒരു ബസ്സാണ്, ഹൈഡ്രജനിലോടുന്ന ബസ്. അത് ഡെവലപ്പ് ചെയ്തത് KPIT CSIR ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പൂനെയിലാണിത് ഇനോഗ്രേറ്റ് അല്ലെങ്കിൽ അൺവെയിൽ ചെയ്തത് ജിതേന്ദ്ര സിംഗ്. സോറി. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ടുഡേ ലോഞ്ച്ഡ് ഇന്ത്യസ് ട്രൂലി ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ബസ് developed by KPIT CSIR in Pune. Later, Dr. Jitendra Singh inaugurated the bisphenol A pilot plant in CSIR NCL and said that these pilot plants have successfully demonstrated novel process technologies developed by NCL under CSIR's COVID-19 mission program and bulk chemicals mission. അപ്പോൾ ന്യൂസ് ഇത്രയേ ഉള്ളൂ. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അൺവെയിൽ ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ട്രൂലി ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തെടുത്ത ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ബസ്. ഡെവലപ്പ് ചെയ്തത് KPIT CSIR ആണ് പൂനെയിൽ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ commemorating the victims of acts of violence based on religion or belief, 22nd August. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ, അതായത് വിക്ടിംസ് ഓഫ് ആക്ട്സ് ഓഫ് വയലൻസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ബിലീഫ്, അതായത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ ബിലീഫുകളുടെയോ പേരിൽ അവർക്ക് വിക്ടിമായവർ, അതായത് അവരുടെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയവരുടെ കൊമമറേറ്റ് ചെയ്യുന്നൊരു ഡേ ആയിട്ടാണ് August 22 ഒബ്സർവ് ചെയ്യുന്നത് ഇൻ്റർനാഷണലി. So General Assembly in its resolution in 2019 designated 22nd August as the International Day commemorating the victims of acts of violence based on a religion or belief, recognizing the importance of providing victims of acts of violence based on religion or belief and members of their families with appropriate support and assistance in accordance with the applicable law. അപ്പോൾ August 22 ആണ് ഇൻ്റർനാഷണൽ ഡേ കൊമമറേറ്റിംഗ് ദ വിക്ടിംസ് ഓഫ് ആക്ട്സ് ഓഫ് വയലൻസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ബിലീഫ്. അപ്പോൾ റിലീജിയൻ ഓർ ബിലീഫിൻ്റെ പേരിൽ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള
ഒരു ഡേ. അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ എക്സിസ്റ്റിംഗ് ലോ വെച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ഒരു ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് 22 ഓഗസ്റ്റ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം 2022-23 സീരീസ് 2 ടു ഓപ്പൺ ഫോർ സബ്സ്ക്രിപ്ഷൻ August 22 to August 26, 2022. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം 2022-23 ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്, സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡേറ്റ് ആണ് August 22 August 2022 തൊട്ടിട്ട് 26 August 2022 വരെ. The Finance Ministry said the issue price of sovereign gold bonds 2022-23 Series 2 during the subscription period will be 5,197 rupees per gram. The government, in consultation with the Reserve Bank of India, has decided to allow discount of 50 rupees per gram from the issue price to those investors who apply online and the payment is made through digital mode. അപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് സബ്സ്ക്രിപ്ഷന് തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് തുടങ്ങി. സോ 26 വരെ, August 26 വരെ അത് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒലെക്സാണ്ടർ ഉസൈക്ക് ഡിഫീറ്റ്സ് ആന്റോണി ജോഷുവ ഇൻ ഡ്രാമാറ്റിക് റീമാച്ച് ടു റീറ്റെയിൻ ഹെവി വെയ്റ്റ് ടൈറ്റിൽസ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം, വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഉക്രൈൻസ് ഒലെക്സാണ്ടർ ഉസൈക്ക് ഹാസ് ബീറ്റൺ ബ്രിട്ടൻസ് ആന്റണി ജോഷുവ in a surprise split points decision and retained the WBA, WBO, IBF and IBO World Heavyweight Boxing belts. അപ്പോൾ ബോക്സിംഗ് റിലേറ്റഡ് ന്യൂസാണ്. ഒലെക്സാണ്ടർ ഉസൈക്ക് ആന്റോണി ജോഷുവിനെ ഒരു റീമാച്ചിൽ തോൽപ്പിച്ചു, എന്നിട്ട് ഹെവി വെയ്റ്റ് ടൈറ്റിൽ റീറ്റെയിൻ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The fight in Saudi Arabia's Jeddah was a rematch of the one in London. അപ്പോൾ ഇത് റീമാച്ച് ആയിരുന്നു, അതായത് ഒരു പ്രാവശ്യം കളിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു എന്ന് വെച്ചാൽ റീമാച്ച്, നിങ്ങൾക്കറിയാലോ റീമാച്ച് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ ഒലെക്സാണ്ടർ ഉസൈക്കാണ് ആന്റണി ജോഷുവിനെ തോൽപ്പിച്ച് ഹെവി വെയ്റ്റ് ടൈറ്റിൽ റീറ്റെയിൻ ചെയ്തത്. ദിസ് വിക്ടറി ടുക്ക് ഉസൈക്സ് പ്രൊഫഷണൽ റെക്കോർഡ് ടു 20 ഫൈറ്റ്സ് അൺഡിഫീറ്റഡ്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് കാരണം കൊണ്ട് അലക്സാണ്ടർ ഉസൈക്കിൻ്റെ പ്രൊഫഷണൽ റെക്കോർഡ് 20 ഫൈറ്റ്സ് അൺഡിഫീറ്റഡ് ആയിട്ട് ഉള്ള സ്ട്രീക്ക് കിട്ടിയിരിക്കുകയാണ് അലക്സാണ്ടർ ഉസൈക്കിന്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് സ്റ്റാർ ഒളിമ്പിക് ഫുട്ബോൾ ക്യാപ്റ്റൻ സമർ ബാദ്രു ബാനർജി പാസസ് അവേ. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാർ ഒളിമ്പിക് ഫുട്ബോൾ ക്യാപ്റ്റനായ സമർ ബാനർജി അല്ലെങ്കിൽ സമർ ബാദ്രു ബാനർജി അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഒബിച്വറി ന്യൂസാണ്. സോ ഫോർമർ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സമർ ബദ്രു ബാനർജി ഹു ലെഡ് ദ country to a historic 4th place finish in 1956 Melbourne Olympics died. അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലെജൻഡറി സിംഗർ നയ്യാര നൂർ പാസസ് അവേ അറ്റ് 71. ഇതൊരു ഒബിച്വറി ന്യൂസാണ്. അപ്പോൾ ലെജൻഡറി സിംഗറായ നയ്യാരി നൂർ 71ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അപ്പോൾ പേര് ഓർത്ത് വയ്ക്കുക, നയ്യാര നൂർ. പാകിസ്ഥാനി പ്ലേബാക്ക് സിംഗർ ആൻഡ് ഗസൽ സിംഗറാണ് നയ്യാര നൂർ. ആസാമിലാണ് ജനിച്ചത്. സോ ഷി വാസ് ഓൾസോ നോൺ ആസ് ബുൾബുൾ ഇ പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ബുൾബുൾ എന്നും അറിയപ്പെട്ടിരുന്നു. സോ ലെജൻഡറി സിംഗറായ നയ്യാരി നൂർ അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാനി പ്ലേബാക്ക് സിംഗർ ആൻഡ് ഗസൽ സിംഗറാണ് ഈ നയ്യാര നൂർ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. TDB approved 3.29 crore rupees to start up for indigenous development of hydrogen sensing and analysis technology. അപ്പോൾ TDB അപ്രൂവ് ചെയ്തിരിക്കുകയാണ് 3.29 crore rupees. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ്റെ ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റ്, ഹൈഡ്രജൻ സെൻസിങ്ങിൻ്റെ ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റിനും അതേപോലെ ഹൈഡ്രജൻ സെൻസിങ് ആൻഡ് അനാലിസിസ് ടെക്നോളജിയുടെ ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും രൂപ
അപ്രൂവ് ചെയ്തിരിക്കുന്നത് TDB. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു TDB, മൾട്ടി നാനോ സെൻസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈസ് ഡെവലപ്പിംഗ് ആൻ ഇൻഡിജീനിയസ് കട്ടിംഗ് എഡ്ജ് ഹൈഡ്രജൻ അനാലിസിസ് സെൻസർ ഫോർ ന്യൂ ഏജ് ആപ്ലിക്കേഷൻസ്. The development is also related to universal miniaturized core sensor designs for leak detection and or analysis of hydrogen. അപ്പോൾ ഹൈഡ്രജൻ്റെ ലീക്ക് അതേപോലെ അതിൻ്റെ ഹൈഡ്രജൻ്റെ സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്, അനാലിസിസ് ആൻഡ് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് 3.29 crore rupees. So target of net zero emissions in the year 2070. അപ്പോൾ 2070 ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ എന്നാണ് ലക്ഷ്യം. സോ ഡോക്ടർ ശ്രീവരി ചന്ദ്രശേഖറാണ് ചെയർപേഴ്സൺ ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ്. TDBയുടെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. അപ്പോൾ ഈ TDB ആണ് 3.29 crore അപ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ ഹോം സെക്രട്ടറി അജയ് കുമാർ ഭല്ല ഗെറ്റ്സ് എ 1 year extension. അപ്പോൾ യൂണിയൻ ഹോം സെക്രട്ടറി ആയ അജയ് കുമാർ ഭല്ലയ്ക്ക് 1 year extension ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ആണ് ഈ 1 year extension കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ദ അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ആൻ എക്സ്റ്റൻഷൻ ഇൻ സർവീസ് ടു മിസ്റ്റർ അജയ് കുമാർ ഭല്ല ആസ് ഹോം സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, for a period of 1 year beyond 22nd August 2022, that is up to 22nd August 2023. അപ്പോൾ 22 August 2022 എൻഡ് ചെയ്യേണ്ടതാണ് ആ സർവീസ്. അത് 22nd August 2023 വരെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. The Home Secretary is the administrative head of Ministry of Home Affairs. അപ്പോൾ ഈ ഹോം സെക്രട്ടറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ് ഈ ഹോം സെക്രട്ടറി. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെബി ജോയിൻസ് RBI's അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക് ടു ഈസ് ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ RBIയുടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്കിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് ചെയ്യാം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ, ഈസി ആയിട്ട് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് സെബി ജോയിൻ ചെയ്തിരിക്കുന്നത്, RBIയുടെ അക്കൗണ്ട്സ് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക്. സോ നമുക്കൊന്ന് വായിക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ has joined the Reserve Bank of India's account aggregator framework by allowing depositories, asset management companies and mutual fund houses to become financial information providers or FIPs. It will give a boost to the Reserve Bank of India regulated financial data sharing system. അപ്പോൾ സെബിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് RBIയുടെ അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ആക്സസ് ടു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈസി ആക്സസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ സെബി RBIയുടെ അക്കൗണ്ട്സ് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.